ലുക്ക്, സീ, വാച്ച് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു സെന്റൻസിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ്. ലുക്ക്, സീ, വാച്ച് ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ചെറുതായിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടൊരു ടോപ്പിക് ആണല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വളരെ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പം ആദ്യം നമുക്ക് ലുക്ക് എന്താണെന്ന് നോക്കാം. ലുക്ക് LOOK ലുക്ക്. ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു മീനിങ് ആയിട്ട് വരാം നോക്കൂ എന്നാണ്. നോക്കൂ. ഓക്കെ. ഇതിൻ്റെ പാസ്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ പറയാം നോക്കി. ലുക്ഡ്, ലുക്ഡ് നോക്കി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഞാൻ പറയാണ് ഇവിടെ നോക്കൂ. ഓക്കെ. അല്ലെങ്കിൽ ഇത് നോക്കൂ. ഇത് നോക്കൂ എന്ന് ഞാൻ പറയണം. എങ്ങനെ പറയാം? ലുക്ക് അറ്റ് ദിസ്. ഓക്കെ. ഇത് നോക്കൂ. ഓക്കെ. ഇത് ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എടുത്തേക്കാണ്. പറയാണ് ഇത് നോക്കൂ. ഓക്കെ. ഇതിലേക്ക് നോക്കൂ. ഓക്കെ. ഇവിടെ നോക്കൂ. ഇതിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദിസ്. ലുക്ക് അറ്റ് ദിസ് അല്ലേ? ഞാൻ എവിടേക്കാണ് നോക്കണത്? ഇതിലേക്കല്ലേ? സോ ലുക്ക് അറ്റ് ദിസ് എന്നാണ് പറയുക. ഇനി അതേപോലെ തന്നെ ഞാൻ പറയുകയാണ് ഈ പേനയിലേക്ക് നോക്കൂ. ഓക്കെ. ഈ പേന നോക്കൂ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദിസ് പെൻ. ലുക്ക് അറ്റ് ദിസ് പെൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ലുക്ക് അറ്റ് ദിസ് പെൻ. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ് ഓക്കെ. ഈ പിക്ചറിലേക്ക് നോക്കൂ. ഓക്കെ. ഈ പിക്ചറിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ അല്ലേ ഫോട്ടോ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ എന്നാണ് പറയുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയാണ് അവനെ നോക്കൂ. ഓക്കെ. അവനെ നോക്കൂ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ഹിം അല്ലേ? ലുക്ക് അറ്റ് ഹിം. ലുക്ക് അറ്റ് ഹിം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് റെയിൻബോ അല്ലേ? റെയിൻബോ നാച്ചുറൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ റെയിൻബോ നോക്കൂ എന്ന് പറയുമ്പോൾ ഓക്കെ റെയിൻബോയിലേക്ക് നോക്കൂ എന്ന് പറയുമ്പോൾ ലുക്ക് അറ്റ് ദ റെയിൻബോ. ലുക്ക് അറ്റ് ദ റെയിൻബോ എന്നാണ് നമ്മൾ പറയുക. ഓക്കെ. ലുക്ക് അറ്റ് ദ റെയിൻബോ. സോ ലുക്ക് അറ്റ് അല്ലേ? പിന്നെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഒബ്ജക്റ്റ് നോക്കാൻ പറയുമ്പോൾ ലുക്ക് അറ്റ് എന്ന പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യണം. ലുക്ക് അറ്റ്. ഓക്കെ. അതേപോലെ നമ്മൾ പറയാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പോവാണ് പുറത്തേക്കൂടെ പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയാണ് ദേ ആ ബിൽഡിംഗ് നോക്കൂ എന്തൊരു വലുതാണ്. ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്. ഓക്കെ. ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്. ഇറ്റ് ഈസ് സോ ബിഗ്. ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ നോക്കൂ. ഓക്കെ. ആ ബിൽഡിംഗ് നോക്കൂ. ഇറ്റ് ഈസ് സോ ബിഗ്. ലുക്ക് അറ്റ് ദ ബിൽഡിംഗ്. ഇറ്റ് ഈസ് സോ ബിഗ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ലുക്ക് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ പാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ഡ് നമ്മൾ പറഞ്ഞിരുന്നു. ലുക്ഡ്. ഇപ്പം ഞാൻ പറയാണ് ആഹ്, ഞാൻ ആ പിക്ചർ നോക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഐ ലുക്ഡ് അറ്റ് ദ പിക്ചർ അല്ലേ? ഐ ലുക്ഡ് അറ്റ് ദ പിക്ചർ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവനെ നോക്കി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഐ ലുക്ഡ് അറ്റ് ഹിം. ഐ ലുക്ഡ് അറ്റ് ഹിം. സോ ലുക്ഡ് അറ്റ് ഹിം. സോ പാസ്റ്റ് ആവുമ്പോൾ സിമ്പിളായിട്ടൊരു ഈഡിയും കൂടി ആഡ് ചെയ്യുന്നു അല്ലേ? ലുക്കിൻ്റെ ഒപ്പം ലുക്ഡ്. ലുക്ഡ് എന്നായി മാറി. പിന്നെ അതേപോലെ തന്നെ എന്താണ്? അവർ റെയിൻബോ നോക്കി. ഓക്കെ. അവർ റെയിൻബോ നോക്കി എന്ന് പറയുമ്പോൾ ദെയ് ലുക്ഡ് അറ്റ് ദ റെയിൻബോ അല്ലേ? ദെയ് ലുക്ഡ് അറ്റ് ദ റെയിൻബോ. അതേപോലെ തന്നെ ഇപ്പോൾ അവർ പിക്ചർ നോക്കി. ഓക്കെ. അവർ പിക്ചർ നോക്കി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? പാസ്റ്റ് ആയിട്ട് ദെയ് ലുക്ഡ് അറ്റ് ദ പിക്ചർ. ദെയ് ലുക്ഡ് അറ്റ് ദ പിക്ചർ എന്നാണ് പറയുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ കാറിൻ്റെ കീ അല്ലെങ്കിൽ ബൈക്കിൻ്റെ കീസൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്ന് ഞാനത് അന്വേഷിക്കുമായിരിക്കും. അപ്പം നമ്മൾ പൊതുവെ ഞാൻ അന്വേഷിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറ് എങ്ങനെയാണ്? ഐ ആം സെർച്ചിങ് അല്ലേ? ഐ ആം സെർച്ചിങ് എന്നാണ് പറയാറ്. അതിന് പകരമായിട്ട് നമുക്ക് ലുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ എൻ്റെ കാർ കീസ് അന്വേഷിക്കുകയാണ്. ഓക്കെ. എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ലുക്കിംഗ് ഫോർ മൈ കാർ കീസ്. ഐ ആം ലുക്കിംഗ് ഫോർ മൈ കാർ കീസ്. അതായത് എന്താണ്? ഐ ആം സെർച്ചിങ് ഫോർ മൈ കാർ കീസ് എന്നതിന് പകരം നമ്മളെങ്ങനെ യൂസ് ചെയ്തു? ഐ ആം ലുക്കിംഗ് ഫോർ മൈ മൈ കാർ കീസ്. ഓക്കെ. ഞാൻ എൻ്റെ കാർ കീ നോക്കാണ്. ഓക്കെ. നോക്കാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സെൻസിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിലും ഈ സിറ്റുവേഷനിൽ പറയാൻ പറ്റും. ഞാൻ എല്ലായിടത്തും നോക്കി. ഓക്കെ. പക്ഷേ എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ. ഐ ലുക്ഡ് എവരിവെയർ. ഐ ലുക്ഡ് അല്ലേ? ലുക്കിൻ്റെ പാസ്റ്റ്. ഐ ലുക്ഡ് എല്ലായിടത്തും എവരിവെയർ. ബട്ട് ഐ കുഡ്ന്റ്റ് ഫൈൻഡ്. ഐ കുഡ്ന്റ്റ് ഫൈൻഡ് ദാറ്റ്. അതെനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കാൻറ്റ് എന്നതിൻ്റെ കനോട്ട് എന്നതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള കുഡ്ന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ? ഐ ലുക്ഡ് എവരിവെയർ ബട്ട് ഐ കുഡ്ന്റ് ഫൈൻഡ് ദ കീസ് അല്ലേ? ഐ കുഡ്ന്റ്. ഐ കാൻറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ആണ്. കഴിഞ്ഞ കാര്യമല്ലേ? ഞാൻ നോക്കിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല. സോ അവിടെ എങ്ങനെയാണ് പറയുക? ഐ കുഡ്ന്റ് ഫൈൻഡ് ദ കീസ് എന്നാണ് പറയുക. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതായത് എന്താണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോണത്? സീ. SEE സീ. ഓക്കെ. നമ്മൾ ലുക്ക് കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് സീ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സീ എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ടൊരു മീനിങ് കാണൂ, കാണുക, അതേപോലെ തന്നെ കണ്ടോ എന്ന് ചോദിക്കാനും. ഓക്കെ. ചോദ്യമായിട്ട് ചോദിക്കാനും. സോ എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കാണൂ, കാണുക എന്ന് പറയാനും, അതേപോലെ തന്നെ കണ്ടോ എന്ന് ചോദിക്കാനുമാണ് നമ്മൾ യൂസ് ചെയ്യുക.
അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് ഇപ്പോൾ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ പറയാൻ പറ്റും? ഐ ക്യാൻ സീ ദാറ്റ്. ഐ ക്യാൻ സീ ദാറ്റ്. ഓക്കെ. അല്ലെങ്കിൽ ഐ ക്യാൻ സീ ദിസ്. എനിക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ ദിസ്. അപ്പോൾ നമ്മൾക്കൊരാളുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ. ഞാനിപ്പോൾ ഇങ്ങനൊരു സംഭവം കാട്ടിയിട്ട് ചോദിക്കുകയാണ്. നിനക്കിത് ഓക്കെ ഈ ഒരു പേന ഞാൻ കാട്ടിയിട്ട് വേറൊരാൾ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആളിനോട് ചോദിക്കുകയാണ്, ഇത് കാണാൻ കഴിയുന്നുണ്ടോ? എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം ഇത് കാണാൻ കഴിയുന്നുണ്ടോ? നോക്കല്ല. നോക്കുന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ലുക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ. ഞാൻ എങ്ങനെയാണ് ചോദിക്കണത് തന്നെ ഇത് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഞാൻ ചോദിക്കുക ക്യാൻ യു സീ ദിസ്? ക്യാൻ യു സീ ദിസ്? ഓക്കെ. അപ്പോഴാണ് പറയുക ഓക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ സീ ദിസ്. ഐ ക്യാൻ സീ ദിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നീ ഇത് കണ്ടോ? ഓക്കെ. നീ ഇത് കണ്ടോ എന്ന് ചോദിക്കണം എനിക്ക്. ഓക്കെ. പാസ്റ്റ് ടെൻസ് ആയിട്ട് എങ്ങനെ ഇത് കണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുക ഡിഡ് യു സീ ദിസ്? ഡിഡ് യു സീ ദിസ്? ഓക്കെ. നീ ഇത് കണ്ടോ? ഡിഡ് യു സീ ദിസ്? നീ ഇത് കണ്ടോ? അപ്പോൾ ഇത് കണ്ടു എന്ന് എങ്ങനെ നമുക്ക് പാസ്റ്റ് സീയുടെ പാസ്റ്റ് എന്താണ് കണ്ടു എന്ന് പറയാൻ സോ. ഓക്കെ. സോ. അപ്പോൾ നീ ഇത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് കണ്ടു എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ സോ ദിസ്. ഐ സോ. ഐ സോ ദിസ്. ഓക്കെ. ഞാനിത് കണ്ടു. ഐ സോ ദിസ് എന്ന് പറയാൻ പറ്റും. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണും. ഓക്കെ. ഇത് വേറൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ. ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഞാനിന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഐ വിൽ സീ മൈ ഫ്രണ്ട് ടുഡേ. ഐ വിൽ സീ മൈ ഫ്രണ്ട് ടുഡേ. സോ ഇവിടെ സീ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഐ വിൽ സീ മൈ ഫ്രണ്ട് ടുഡേ എന്ന രീതിയിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാർ കീയുടെ കാര്യം പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് വേറൊരാളോട് ചോദിക്കണം. നീ എൻ്റെ കാറിൻ്റെ കീ കണ്ടിരുന്നോ? നീ എൻ്റെ കാറിൻ്റെ കീ കണ്ടിരുന്നോ? എന്ന് ചോദിക്കണമല്ലേ. സോ അവിടെ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ എങ്ങനെയാണ് പറയുക? ഡിഡ് യു സീ മൈ കാർ കീസ്? ഡിഡ് യു സീ മൈ കാർ കീസ്? ഓക്കെ. നീ എൻ്റെ കാർ കീ കണ്ടിരുന്നോ? ഡിഡ് യു സീ മൈ കാർ കീസ്? ഞാൻ കാർ കീസ് നോക്കാണെന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറയാം ഐ ആം ലുക്കിംഗ് ഫോർ മൈ കാർ കീസ് എന്നാണ് പറയുക. അത് വേറെ സിറ്റുവേഷൻ. ഓക്കെ. ഞാൻ നോക്കാണെന്ന് പറയാം. ഇവിടെ ഞാൻ വേറൊരാളോട് ചോദിക്കുകയാണ്. നീ എൻ്റെ കാറിൻ്റെ കീസ് കണ്ടോ? ഓക്കെ. കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു സീ മൈ കാർ കീസ്? അപ്പോൾ അതിന് ആൻസർ ആയിട്ട് എങ്ങനെ പറയാം? യെസ് ഐ സോ യുവർ കാർ കീസ്. ഐ സോ എന്ന് പറയാം. ഓക്കെ. ഞാൻ കണ്ടു. യെസ് ഐ സോ. ഇനിയിപ്പോൾ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? സോ കണ്ടില്ല. പാസ്റ്റ് ആണല്ലേ. ഞാൻ കണ്ടില്ല. ഐ ഡിഡിൻറ്റ് സീ. ഓക്കെ. ഡിഡിൻറ്റ് സീ എന്ന് പറയുമ്പോൾ ഓക്കെ കണ്ടില്ല എന്നൊരു മീനിങ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഐ ഡിഡ് നോട്ട് അല്ലേ. ഐ ഡിഡ് നോട്ട് സീ യുവർ കാർ കീസ്. ഐ ഡിഡ് നോട്ട് സീ ദാറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഞാൻ അവനെ കണ്ടിരുന്നു. ഞാൻ അവനെ കണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഐ സോ ഹിം. ഐ സോ ഹിം എന്നാണ് പറയുക. ഐ സോ ഹിം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം വാച്ച്. അപ്പോൾ നമ്മൾ ലുക്ക് കണ്ടു, സീയും കണ്ടു. അപ്പോൾ ലുക്കും സീയും വളരെ ഡിഫറെൻ്റ് ആണല്ലേ. ഇനി വാച്ച്. വാച്ച് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ഓക്കെ. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയയാണ്. ഓക്കെ. നമ്മൾ കാണുക എന്നൊരു മീനിങ് ആണ്. മറ്റേ വാച്ച് കയ്യിൽ കെട്ടുന്നത് എന്താണ്? നൗൺ ആണ്. ഒബ്ജക്റ്റ് ആണ്. ഓക്കെ. നമ്മൾ വാങ്ങുന്ന വാച്ച് അല്ല. അത് ഡിഫറെൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ഒരു വാക്ക് തന്നെ നമുക്ക് ക്രിയയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നാമമായിട്ട് അതായത് ക്രിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി പോലെ. ഓക്കെ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വസ്തുവായിട്ട് നമുക്ക് പറയാം. ഓക്കെ. ഒരു വസ്തുവിൻ്റെ പേര്. അതാണ് നമ്മൾ നൗൺ. സോ അതും വാച്ച് ഉണ്ട്. ഇവിടെ നമ്മൾ വാച്ച് എന്ന് പറയുന്നത് എന്താണ്? കാണുക, കാണൂ, കണ്ടു എന്നൊക്കെ പറയാനാണ്. ഓക്കെ. ഏകദേശം സിയുടെ സെയിം മീനിങ് ആണ്. പക്ഷേ നമ്മൾ വാച്ചിന് അതിൻ്റേതായുള്ള യൂസസ് ഉണ്ട്. ഓക്കെ. നമ്മൾ വാച്ച് മാത്രം യൂസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കാണുക ഓക്കെ എന്ന മീനിങ്ങും പാസ്റ്റിൽ കണ്ടു എന്നൊരു മീനിങ് തന്നെയാണ്. പക്ഷെ ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ടെലിവിഷൻ കാണുക, മൂവി കാണുക, അല്ലെങ്കിൽ ഞാനൊരു സൺസെറ്റ് കാണുക, ഓക്കെ, പിന്നെ സൺറൈസ് കാണുക, അങ്ങനെയൊക്കെ കാണുന്ന പറയില്ലേ, ഗെയിം കാണുക, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഞാൻ വാച്ച് യൂസ് ചെയ്യുക. ഒരു എൻ്റർടൈൻമെൻറ്റ് സെൻസിൽ ഓക്കെ ഞാൻ ഇന്നൊരു കാര്യം കാണാമെന്ന് പറയുമ്പോൾ. അപ്പോൾ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് എന്താണ് മൂവീസ് കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്കെങ്ങനെ പറയും? ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. ഓക്കെ. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. ശ്രദ്ധിക്കുക. ഓക്കെ. എനിക്ക് മൂവീസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. അതുപോലെ ഞാനിപ്പോൾ ടി.വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഐ.എൻ.ജി ഫോം പറയാം അല്ലേ. ഞാൻ ടി.വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ആം അല്ലേ. ഐ ആം വാച്ചിങ് ടി.വി. ഐ ആം വാച്ചിങ് ടി.വി എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ വാ വരൂ നമുക്ക് ടി.വി കാണാം. ഓക്കെ. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പറയാണ്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാണ് നമുക്ക് ടി.വി കാണാം. ഓക്കെ. ലെറ്റ്സ് വാച്ച് ടി.വി അല്ലേ. ലെറ്റ്സ് വാച്ച് ടി.വി എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് സൺസെറ്റ് കാണാൻ ഇഷ്ടമാണ്. എങ്ങനെ പറയാൻ പറ്റും? ഐ ലവ് ടു വാച്ച് ദി സൺസെറ്റ് അല്ലേ. ഐ ലവ് ടു വാച്ച്
കാണാൻ. ഓക്കെ. ഇവിടെ കാണാൻ എന്നൊരു മീനിങ് ആണ്. ഓക്കെ അല്ലേ? ഐ ലവ് ടു വാച്ച് ദ സൺസെറ്റ്. ആ ഒരു നാച്ചുറൽ ആയിട്ടൊരു പ്രതിഭാസമല്ലേ? നമുക്കത് കാണാൻ ഇഷ്ടമാണെന്ന് പറയും. ഓക്കെ. ലൈക്ക് ഐ ലൈക്ക് ടു വാച്ച്. അതും ഒരു നമ്മുടെ ഒരു റിലാക്സിങ് പാർട്ട് ഓഫ് ആക്ടിവിറ്റി അല്ലേ? ഒരുതരം എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു റിലാക്സിങ് ആക്ടിവിറ്റി നമ്മൾ കാണാൻ പോവല്ലേ? സോ ഐ ലൈക്ക് ടു വാച്ച് ദ സൺസെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്താണ്? നമുക്ക് വാച്ച് എന്നതിന്റെ പാസ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ലൈക്ക് വാച്ച്ഡ് അല്ലേ? വാച്ച് പ്ലസ് ഇഡി ചേർക്കുമ്പോൾ എന്തായി? വാച്ച്ഡ് ആയി മാറിയല്ലേ? വാച്ച്ഡ്. ഓക്കെ. അപ്പോൾ അവര് ക്രിക്കറ്റ് കളി കണ്ടു. ഓക്കെ. ദേ വാച്ച്ഡ് ദ ക്രിക്കറ്റ് മാച്ച്. അല്ല എങ്ങനെയാണ് പറയാ? ദേ വാച്ച്ഡ് ദ ക്രിക്കറ്റ് മാച്ച്. അപ്പോൾ ഇന്നലെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദേ വാച്ച്ഡ് ദ ക്രിക്കറ്റ് മാച്ച് യെസ്റ്റർഡേ എന്ന രീതിയിൽ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ഞാൻ ആ ഒരു മൂവി കണ്ടു. ഓക്കെ. ഇത് ശ്രദ്ധിക്കുക. ഇതാണൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഞാനൊരു മൂവി കണ്ടു. ഓക്കെ. ഞാനെങ്ങനെയാണ് പറയുക? ഐ വാച്ച്ഡ് ദ മൂവി. ഓക്കെ. ഐ വാച്ച്ഡ് ദ മൂവി. ഞാൻ ഇന്നൊരു മൂവി കണ്ടു. ഐ വാച്ച്ഡ് ദ മൂവി. അപ്പോൾ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, "നീ മൂവി കണ്ടോ?" അപ്പോൾ ഞാൻ പറഞ്ഞു, "ഐ വാച്ച്ഡ് ദ മൂവി." ഓക്കെ എന്ന് പറഞ്ഞു. എനിക്ക് ഇതേ സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയും പറയാൻ പറ്റും? ഐ സോ ദ മൂവി. ഓക്കെ. എങ്ങനെയും പറയാൻ പറ്റും? ഐ സോ ദ മൂവി. അപ്പോൾ സിനിമ കണ്ടു എന്ന് പറയാനും അല്ലെങ്കിൽ ഒരു മാച്ച് കണ്ടു എന്ന് പറയാനും ഒക്കെ നമുക്ക് സോ സിയും വാച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെയാണ്? ഐ വാച്ച്ഡ് ദ മൂവി എന്നും പറയാം. ഐ സോ ദ മൂവി എന്നും പറയാം. ഐ വാച്ച്ഡ് ദ ക്രിക്കറ്റ് മാച്ച് എന്നും പറയാം. ഐ സോ ദ ക്രിക്കറ്റ് മാച്ച് എന്നും പറയാം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വാച്ച് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെയാണ്? എനിക്ക് മൂവി കാണാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. ഐ ലൈക്ക് ടു സീ മൂവീസ് അത്രയും നാച്ചുറൽ അല്ല. സോ എങ്ങനെയാണ്? ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. ഐ ലൈക്ക് ടു വാച്ച് ടെലിവിഷൻ. ഐ ലൈക്ക് ടു വാച്ച് സീരീസ്. ഐ ലൈക്ക് ടു വാച്ച് നെറ്റ്ഫ്ലിക്സ്. സോ അവിടെ നമ്മൾ ഐ ലൈക്ക് ടു സീ എന്നൊന്നും പറയാൻ പാടില്ല. അത് ഇത്തിരികൂടി ബെറ്റർ ആയിട്ട് പറയാം. പക്ഷേ ബെറ്റർ ആയിട്ട് എങ്ങനെ നാച്ചുറൽ ആയിട്ട് വരാം? ഐ ലൈക്ക് ടു വാച്ച് എന്ന് വരാം. പക്ഷേ ഒരു സിനിമ കണ്ടു അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടു എന്ന് പറയാനായിട്ട് ഒക്കെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എങ്ങനെയൊക്കെ പറയാം? നമുക്ക് ഐ വാച്ച്ഡ് ദ മൂവി. ഐ സോ ദ മൂവി. അത് ഇംഗ്ലീഷുകാരും ലൈക്ക് നമ്മളും പൊതുവെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഓക്കെ. മാറി മാറി നമ്മൾ ഉപയോഗിക്കും. ആ ഒരു രീതിയിലൊക്കെ. ഇനി നമുക്ക് കുറച്ച് റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് നോക്കാം. അതായത് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്ന സിറ്റുവേഷനിൽ അതിനെങ്ങനെ ആൻസർ ചെയ്യാമെന്ന രീതിയിൽ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കാണ്, "നീ ആ ഗെയിം കണ്ടോ? നീ ആ ഗെയിം കണ്ടോ?" പാസ്റ്റ് ടെൻസിൽ നീ ആ ഗെയിം കണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു വാച്ച് ദി ഗെയിം? ഓക്കെ. ഞാൻ ചോദിക്കാണ്, ഡിഡ് യു വാച്ച് ദി ഗെയിം? നീ ആ ഗെയിം കണ്ടോ? അപ്പോൾ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഞാൻ ആ ഗെയിം കണ്ടു. ഓക്കെ. ലൈക്ക് ഇന്നലെ രാത്രി ഞാൻ ആ ഗെയിം കണ്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഐ വാച്ച്ഡ് ദി ഗെയിം ലാസ്റ്റ് നൈറ്റ്. ഓക്കെ. ഐ വാച്ച്ഡ് ദി ഗെയിം ലാസ്റ്റ് നൈറ്റ്. ഇങ്ങനെയും പറയാൻ പറ്റും. ഐ സോ ദി ഗെയിം ലാസ്റ്റ് നൈറ്റ്. കാരണം ഈ സിറ്റുവേഷനിൽ നമുക്ക് വാച്ച്ഡും യൂസ് ചെയ്യാൻ പറ്റും, സോയും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കാൻ ഓക്കെ. ഇപ്പം ഞാൻ വീട്ടിൽ ഓക്കെ എൻ്റെ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാണ്, ഇവിടെ നമ്മുടെ ഇവിടെ ഇഞ്ചി ഉണ്ടോ? ഓക്കെ. ഡു വി ഹാവ് ജിഞ്ചർ? ഡു വി ഹാവ് ജിഞ്ചർ? ജിഞ്ചർ എന്നല്ല നമ്മൾ പറയുക. ഡു വി ഹാവ് ജിഞ്ചർ? സോ അപ്പോൾ എനിക്ക് ഉറപ്പില്ല. ഫ്രിഡ്ജിലൊന്ന് നോക്കൂ. എനിക്ക് ഉറപ്പില്ല. റെഫ്രിജറേറ്ററിൽ ഒന്ന് നോക്കൂ. എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് ഉറപ്പില്ല. ഐ ആം നോട്ട് ഷുവർ. ഓക്കെ. റെഫ്രിജറേറ്ററിൽ നോക്കൂ. ലുക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ. ലുക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഓക്കെ. അവിടെ ഫ്രിഡ്ജിനുള്ളിൽ എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഇൻ യൂസ് ചെയ്തു. ഓക്കെ. ലുക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ലുക്ക് ഇൻ ദ ഫ്രിഡ്ജ് അല്ലേ? സോ എനിക്ക് കുഴപ്പമില്ല. ഐ ആം നോട്ട് ഷുവർ. ലുക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ. അവിടെ ഉള്ളിൽ നിന്ന് ഓക്കെ ഉള്ളിലല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ ലുക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ എന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നീ അവനെ കണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു സീ ഹിം? ഡിഡ് യു സീ ഹിം? ഓക്കെ. നീ അവനെ കണ്ടോ? ഡിഡ് യു സീ ഹിം? അപ്പോൾ എനിക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? യെസ് ഐ സോ ഹിം. യെസ് ഐ സോ ഹിം എന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ നോക്കാം. ഓക്കെ. കുറച്ച് പ്രാക്ടീസുകൾ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്. സോ അവിടെ ബ്ലാങ്ക് വരുന്ന സെൻറ്റൻസുകളിൽ ബ്ലാങ്ക് വരും. അവിടെ സീ ആണോ, സോ ആണോ, വാച്ച് ആണോ, അതോ ലുക്ക് ആണോ, ഏതാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു ടെസ്റ്റ് നോക്കാം. ഇപ്പം ഞാൻ പറയാണ്, എനിക്കെൻ്റെ ഫ്രണ്ടിനെ കാണണം. ഓക്കെ. എനിക്കെൻ്റെ ഫ്രണ്ടിനെ കാണണം. അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരിക്കും വരിക. ഐ വാണ്ട് ടു ബ്ലാങ്ക് മൈ ഫ്രണ്ട്. ഐ വാണ്ട് ടു ബ്ലാങ്ക് മൈ ഫ്രണ്ട്. ഓക്കെ. വാച്ച് മൈ ഫ്രണ്ട് ആണോ, ഐ വാണ്ട് ടു വാച്ച് മൈ ഫ്രണ്ട് ആണോ, അതോ ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട് ആണോ, അതോ ലുക്ക് ആണോ വരിക? ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഐ വാണ്ട് ടു സീ അല്ലേ? എനിക്കെൻ്റെ ഫ്രണ്ടിനെ കാണണം. ഐ വാണ്ട് ടു സീ മൈ ഫ്രണ്ട് എന്നാണ് പറയുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരെണ്ണം നോക്കുക. എനിക്ക് തമിഴ് മൂവീസൊക്കെ കാണാൻ ഇഷ്ടമാണ്. ഓക്കെ. എനിക്ക് തമിഴ് മൂവീസൊക്കെ കാണാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഐ ലൈക്ക് ടു ഐ ലൈക്ക് ടു ബ്ലാങ്ക് തമിഴ് മൂവീസ്. ഐ ലൈക്ക് ടു ബ്ലാങ്ക്
തമിഴ് മൂവീസ്. സോ ബ്ലാങ്കിൻ്റെ അവിടെ സീ ആണോ, വാച്ച് ആണോ, അതോ ലുക്ക് ആണോ വരിക? സോ ഇവിടെ എങ്ങനെയായിരിക്കും? ഐ ലൈക്ക് ടു വാച്ച് ആണ് വരിക. ഓക്കെ. എനിക്കൊരു കാര്യം കാണാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വാച്ചാണ് നമ്മളവിടെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതല്ലേ? ഐ ലൈക്ക് ടു വാച്ച് തമിഴ് മൂവീസ് അല്ലേ? അടുത്തൊരു സെന്റൻസ് നോക്കാം. ദാ എൻ്റെ പുതിയ ബാഗ് നോക്കൂ. ഓക്കെ എങ്ങനെ പറയാൻ പറ്റും? ഹേയ് ബ്ലാങ്ക് അറ്റ് മൈ ബാഗ്. ബ്ലാങ്ക് അറ്റ് മൈ ബാഗ്. ഓക്കെ. ബ്ലാങ്കിൻ്റെ അവിടെ എന്തായിരിക്കും വരിക? സി ആയിരിക്കോ, വാച്ച് ആയിരിക്കോ, ലുക്ക് ആയിരിക്കോ? സോ അവിടെ വരെ എങ്ങനെയായിരിക്കും? ലുക്ക് അറ്റ് മൈ അല്ലേ? ലുക്ക് അറ്റ് മൈ ന്യൂ ബേഗ് അല്ലേ? ലുക്ക് അറ്റ് മൈ ന്യൂ ബേഗ്. സോ എൻ്റെ പുതിയ ബേഗിലേക്ക് നോക്കൂ, ബേഗ് നോക്കൂ എന്ന് പറയാനായിട്ട്. ഇനിയപ്പോൾ അതുപോലെ തന്നെ നീ അത് ഇന്നലെ കണ്ടോ? നീ അത് ഇന്നലെ കണ്ടോ? എങ്ങനെ ചോദിക്കാൻ പറ്റും? ഡിഡ് യു ബ്ലാങ്ക് ദാറ്റ് യെസ്റ്റർഡേ? നീ അത് ഇന്നലെ കണ്ടോ? ഡിഡ് യു ബ്ലാങ്ക് ദാറ്റ് യെസ്റ്റർഡേ? ഓക്കെ. ഇവിടെ വാച്ച് ആണോ, ലുക്ക് ആണോ, സി ആണോ വരാ? സോ ഡിഡ് യു ഓക്കെ ഡിഡ് യു സീ ദാറ്റ് യെസ്റ്റർഡേ അല്ലേ? ഡിഡ് യു സീ ദാറ്റ് യെസ്റ്റർഡേ? ഇന്നലെ അത് കണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു സീ ദാറ്റ് യെസ്റ്റർഡേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊരു മൂവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വാച്ചും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ പറയാണ് അവനെ നോക്കൂ, അവനെ നോക്കൂ. ഓക്കെ. ഇവിടെ ബ്ലാങ്ക് അറ്റ് ഹിം, സി അറ്റ് ഹിം ആണോ, ലുക്ക് അറ്റ് ഹിം ആണോ വരിക? നമുക്കറിയാം എങ്ങനെയാണ്? ലുക്ക് അല്ലേ? ലുക്ക് അറ്റ് ഹിം, ലുക്ക് അറ്റ് ഹിം. ഓക്കെ. അവനെ നോക്ക് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. കാണുമ്പോൾ എന്താണ് പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കാറ്റഗറൈസ് ആയിട്ട് ഓക്കെ ലുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, സി എങ്ങനെ യൂസ് ചെയ്യാം, വാച്ച് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് നോക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ലുക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്നത് സിയും വാച്ചും ആണ്. ബട്ട് സിയും മാത്രമായിട്ട് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാച്ച് മാത്രമായിട്ട് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതൊന്ന് നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോഴാണ് എല്ലാവരിലേക്ക് ഈ വീഡിയോ എത്താൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ബൈ.